എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ തമിഴ് ചാനൽ കിട്ടുന്ന സാറ്റലൈറ്റ്, അതേപോലെ തന്നെ മലയാള ചാനൽ. മെയിനായിട്ട് മലയാളം, പിന്നീടാണ് തമിഴ്. ഇത് രണ്ടും ട്രാക്ക് ചെയ്തെടുക്കാനാണ് കൂടുതൽ പേർക്കും താല്പര്യം. ഇന്ന് ട്രാക്ക് ചെയ്യുന്നത് 90 സെൻറ്റിമീറ്റർ ഡിഷിൽ കൂടുതൽ തമിഴ് ചാനൽ ട്രാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് സാറ്റലൈറ്റ് എന്ന് പരിചയപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. 90 സെൻറ്റിമീറ്റർ ഡിഷ് കെ ബാൻഡ് ഡിഷാണ്. അതിൽ സി ബാൻഡ് LMB, യൂറിയുടെ സി ബാൻഡ് LMB വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. എൻ്റെ സൈഡ് ഭാഗത്ത് കാണുന്ന ഈ LMB വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. നമുക്കറിയാം കെ ബാൻഡ് ഡിഷിൽ സി ബാൻഡ് LMB വെച്ച് ട്രാക്ക് ചെയ്യുമ്പോൾ അഡീഷണലായിട്ടൊരു സ്കാലറിങ് കൊടുക്കണം, എന്നാലേ കൂടുതലായിട്ട് സിഗ്നൽ കിട്ടുകയുള്ളൂ. റിങ് വയ്ക്കുന്നത് നമുക്കറിയാം ആ ഡിഷിൽ പതിക്കുന്ന സിഗ്നൽ മാക്സിമം പിടിച്ചെടുക്കാനാണ്. പിന്നെ റിങ് വെക്കാതെ നമുക്ക് സിഗ്നൽ കിട്ടും. അപ്പോൾ ആ നമ്മൾ പിടിക്കാൻ പോകുന്ന സാറ്റലൈറ്റിൻ്റെ ഓരോ ടീപ്പിൻ്റെ സിഗ്നൽ മാക്സിമം നല്ല രീതിയിൽ സിഗ്നൽ കിട്ടണം. മാക്സിമം നല്ല രീതിയിൽ സിഗ്നൽ കിട്ടണം, എന്നാലേ നമ്മൾ റിങ് ഇല്ലാതെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സിഗ്നൽ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ റിങ് വെച്ചിട്ട് തന്നെ പിടിക്കുന്നത്. കെ ബാൻഡിനാണെങ്കിലും സി ബാൻഡിനാണെങ്കിലും. കെ ബാൻഡിന് നമ്മൾ ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റൊക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ റിങ് വെച്ച് പിടിക്കാൻ കാരണം ആ ഡിഷിൽ പതിക്കുന്ന മാക്സിമം സിഗ്നൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 90 സെൻറ്റിമീറ്റർ ഡിഷിൽ ട്രാക്ക് ചെയ്യുന്നത് സി ബാൻഡ് സാറ്റലൈറ്റ് 83 ഡിഗ്രി. 83 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് മലയാള ചാനൽ കിട്ടുന്നുണ്ട്. എന്നാൽ 90 സെൻറ്റിമീറ്റർ ഡിഷിൽ അതിൻ്റെ സിഗ്നൽ കിട്ടില്ല. മലയാള ചാനലിൻ്റെ സിഗ്നൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഡിഷ് വരേണ്ടത് 6 ഫീറ്റാണ്. അതായത് 6 ഫീറ്റിൽ കുറഞ്ഞ ഡിഷിൽ നമുക്ക് മലയാള ചാനലിൻ്റെ TPൻ്റെ സിഗ്നൽ കിട്ടില്ല. ഈ കാണുന്നതാണ് 90 സെൻറ്റിമീറ്റർ ഡിഷ്. യൂറി LMB ആണ് കൊടുത്തിരിക്കുന്നത്. LMB ഓപ്പോസിറ്റാണ് വെച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ ഹോറിസോണ്ടും വെർട്ടിക്കൽ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഡിഷിൽ നിന്ന് നേരെ കേബിൾ മീറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ് TPൻ്റെ സിഗ്നൽ കാണിക്കാം. നോക്കുക, ഇതാണ് കറക്റ്റ് ഫ്രീക്വൻസി. അതായത് വെർട്ടിക്കലാണിത് TP വരുന്നത്. വെർട്ടിക്കൽ വരുമ്പോൾ നമുക്ക് സിഗ്നൽ കിട്ടില്ല. കാരണം ഹോറിസോണ്ടായിട്ടാണ് LMB വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സിഗ്നൽ കിട്ടാത്തത്. അപ്പോൾ നമ്മൾ LMB ഫ്രീക്വൻസി മാറ്റണം. വെർട്ടിക്കലിൽ ഹോറിസോണ്ടാക്കും വേണം. LMB ഫ്രീക്വൻസി മാറ്റി വെർട്ടിക്കലിൽ ഹോറിസോണ്ടാക്കി 48% സിഗ്നൽ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഫ്രീക്വൻസി നോക്കാം. സിഗ്നൽ കിട്ടുന്നില്ല. കറക്റ്റ് ഫ്രീക്വൻസിയാണ് 3896, ഹോറിസോണ്ട് 10800. ഇത് നമ്മൾ ഹോറിസോണ്ടുള്ള വെർട്ടിക്കലാക്കണം. LMB ഫ്രീക്വൻസി മാറ്റണം. ഓക്കെ, അത് ഹോറിസോണ്ട് ഫ്രീക്വൻസിയാണ്. വെർട്ടിക്കലാക്കിയിട്ടുണ്ട്. 59% സിഗ്നൽ കിട്ടുന്നുണ്ട്. സെറ്റ് ബോക്സ് ട്യൂൺ ചെയ്ത് നോക്കാം. സെറ്റ് ബോക്സിൽ ട്യൂൺ ചെയ്ത് നോക്കുകയാണ്. സാറ്റലൈറ്റിൻ്റെ പേര് അടിച്ചിട്ടില്ല, ഡിഗ്രി മാത്രമേ അടിച്ചിട്ടുള്ളൂ. LMB ഫ്രീക്വൻസി നമുക്ക് 51, 50, 57, 50 അടിക്കേണ്ടത്. പക്ഷേ ഞാൻ ഓപ്പോസിറ്റ് LMB വെച്ചുകൊണ്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് LMB ഫ്രീക്വൻസി കൊടുക്കുന്നത്. കറക്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് വരുന്നത്: 51, 50, 57, 50. ഇത് ഞാൻ LMB തിരിച്ചു വെച്ചതാണ്, അതുകൊണ്ട് ഓപ്പോസിറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ ഡൈസിക്ക് കൊടുത്തിട്ടുണ്ട്. ഡൈസിക്ക് 4 കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഓക്കെ കൊടുത്ത് ട്യൂണിങ് ചെയ്ത് നോക്കാം എത്ര ചാനൽ നമുക്ക് 90 സെൻറ്റിമീറ്റർ ഡിഷിൽ ട്യൂൺ ആവുന്നുള്ളത്. ഒരു ഫ്രീക്വൻസി കയറിയിട്ടുണ്ട്, ചാനലൊന്നും കയറിയിട്ടില്ല. രണ്ടാമത്തെ ഫ്രീക്വൻസി കയറി 14 ചാനൽ കയറിയിട്ടുണ്ട്. നോക്കുക, 18 ചാനൽ കയറി, 21 ചാനൽ കയറി, 22 ചാനലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ട്യൂണിങ് കാണിക്കുന്നില്ല, കയറുന്ന ഭാഗങ്ങൾ മാത്രമായിട്ടാണ് കാണിക്കുന്നത്. 12 DP, 21 ചാനൽ, 13 TP ആയി. 55%. 27 ചാനലാണ് കയറിയിട്ടുള്ളത്. 60%. 27 ചാനൽ കയറിയിട്ടുണ്ട്. 42 ചാനൽ കയറിയിട്ടുണ്ട്. 70% ട്യൂണിങ്ങായി. 42 ചാനലാണ് കയറിയിട്ടുള്ളത്.
ഇനി എത്ര ചാനൽ കയറും നോക്കാം. 57 ചാനലാണ് കയറിയിട്ടുള്ളത്. 58 ചാനൽ. 78% ട്യൂണിങ്ങായി. 58 ചാനലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. 85%, 58 ചാനൽ. 90 സെൻറ്റിമീറ്റർ ഡിഷിലാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. 58 ചാനലാണ് ട്യൂണായിട്ടുള്ളത്. 97%. ചാനൽ 58 തന്നെയാണ്. ഇനി 3% കൂടെ ഉള്ളൂ. അപ്പോൾ 90 സെൻറ്റിമീറ്റർ ഡിഷിൽ നമുക്ക് 58 ചാനൽ ട്യൂണായിട്ടുണ്ട്. 58 ചാനലാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് 8 തമിഴ് ചാനൽ നമുക്ക് 90 സെൻറ്റിമീറ്റർ ഡിഷിൽ 83 ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഡീപ്പിൻ്റെ സിഗ്നൽ 69% കിട്ടുന്നുണ്ട്. സ്ട്രോങ് ഡീപ്പിൻ്റെ സിഗ്നൽ 60% കിട്ടുന്നത് സെറ്റ് ബോക്സിൽ. 90 സെൻറ്റിമീറ്റർ ഡിഷുള്ള ആളുകൾ 83 ഡിഗ്രി ട്രാക്ക് ചെയ്ത് നോക്കുക. മഴയ്ക്കൊരു കുറവുണ്ട്, അതുകൊണ്ടാണ് കവർ ഊരിയത്. നോക്കുക, യൂറി LNB ആണ്. കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ. ഓപ്സെറ്റ് ഡിഷനാണെങ്കിൽ അഡീഷനായിട്ട് സ്കാലറിങ് കൊടുക്കണം, എന്നാലും സിഗ്നൽ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.